ആ രാജു ഒപ്പിച്ച പണിയായത്. അവനെ വ്യക്തിപരമായ എന്തോ നേട്ടത്തിന് വേണ്ടിയാ ഈ ലാപ്ടോപ്പ് തട്ടിപ്പൊക്കെ നടത്തിയത്. കോടിക്കണക്കിന് രൂപ ആരും അറിയാതെ കൈ കിട്ടിയ അവനെന്താ കഴിക്കൂ? അവനായത് ചെയ്തിരിക്കുന്നത്, അവൻ ഒറ്റൊരുത്തൻ. അതിൽ യാതൊരു സംശയവും വേണ്ട. എത്ര കാലം കൊണ്ട് നീ നേടിയെടുത്ത സൽപ്പേരാ അവൻ ഒരു നിമിഷം കൊണ്ട് കളഞ്ഞു കുളിച്ചത്. നിന്റെ കരിയർ തന്നെ തകർന്നു പോയില്ലേ? MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഇത്ര തിളങ്ങിയവനാ നീ. വ്യക്തിപരമായ ഒരു ലാഭവും ആ പദവി കൊണ്ട് നീ നേടിയിട്ടില്ല. ഭാര്യ വീട്ടുകാരുടെ സ്വത്തല്ലാതെ അനധികൃതമായി നീ ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. എന്നിട്ടും നിനക്ക് കള്ളൻ എന്നുള്ള പേര് വീണില്ലേ? ചേച്ചി, എടാ, ഉള്ള സത്യം ചേച്ചി പറയുമ്പോ നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഇപ്പോഴേ ഒരു മഞ്ഞ പത്രക്കാരനെ വന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോ ഈ വീട് മീഡിയക്കാര് വളയും. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലേ നീ മറുപടി ഇല്ലാതെ വലയും. അഴിമതി ആരോപണം വരും. നിന്റെ മന്ത്രിസ്ഥാനം വരെ തെറിക്കും. കോടികളെ വെട്ടിച്ചെന്നുള്ള പേരില് അറസ്റ്റ് വരെ ഉണ്ടാവും. അതിലെ യാതൊരു സംശയവും വേണ്ട. ഇതിന്റെയൊക്കെ പിന്നിലെ ആ രാജുവാ. എത്ര വലിയ സത്യസന്ധനാണെങ്കിലും ഗത്യന്തരം ഇല്ലാതെ വരുമ്പോ കക്കും. എടാ, അതുകൊണ്ടേ ആ രാജുവിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ നീ പോലീസുകാരോട് പറ. അവൻ മണി പോലെ സത്യം പറയും. ചേച്ചി പ്ലീസ്, ഞാൻ ഒരു അല്പം നേരം ഒന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ.